ടൈലും കൂടി ഇതാക്കി ഇതൊന്നൊരു പണിയല്ലേ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മിനിമം 2 ഇഞ്ച് കനത്തിൽ നല്ല സ്ട്രോങ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തുള്ള വേര് കയറും. അതേപോലെ വേര് കയറിയതുകൊണ്ടാണ് ഇവിടെ കണ്ടോ വേര് ഇങ്ങോട്ട് എത്തിയത്. ഇത് അന്ന് കൊണ്ടുപോയിട്ട് വേരല്ല, പുതിയ വന്ന വേരാണ് തെങ്ങിന്റെ. അവിടുന്ന് എന്താണ് വെള്ളത്തിന്റെ ഈർപ്പം എങ്ങനെയാണ് പോണത്, അതിനനുസരിച്ച് വേര് ഒന്നുകൊണ്ട് നിൽക്കും. നിങ്ങളൊന്നും പേടിക്കണ്ട, 1 മണിക്കൂർ കഴിയുമ്പോ ഇവിടെ ഫുൾ സെറ്റാ. എവിടെയാണ് നിൽക്കുന്നത് കണ്ടാളി, ഇതാ സിമെന്റ് മെത്തനാണ്, പക്ഷെ ഇവിടെ മൊത്തം വേരെത്തിയിട്ടുണ്ട്. എവിടുന്ന് വന്നിട്ടുണ്ട്, ഓടിക്കാണ് വെള്ളം പോണത്, ആ ലെവലിൽ എങ്ങനെ വരുന്നതാണ്. പൊട്ടാൻ പാടില്ല. ഒരു ടൈൽസും വേണ്ട, ഉഷാറേ. ഓടി കേടെത്തിയില്ല. ഇനി അടി അങ്ങനത്തെ ഗ്രൈൻഡ് ചെയ്തിക്കാണ്ട് ഇതേപോലെ നല്ല സ്ട്രോങ്ങിലായിട്ട് സെറ്റ് ചെയ്യും. വേര് കണ്ടാടി നിങ്ങക്ക് ഇപ്രാവശ്യത്തെ വരവ് മുതലായി. ഇത് കണ്ടാ മതി, ഈ 2 പീസ് മാറ്റിക്കണേ. ഇനി ഒന്നും പാടെ ആദ്യം പൊട്ടിയതാ. നമുക്ക് അതേപോലെ നോക്കട്ടോ. അയിമ സാധനം നിൽക്കുന്നുണ്ട്, അയിമ സിമെന്റ് ഉണ്ട്. അറിയാം, ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുന്ന പ്രത്യേക നേക്കമാണ്. വേര് വരുന്നത് എവിടെയാന്നുള്ളത് കണ്ടമാനം പറയാണ്ട. ഈ പീസ് അങ്ങനത്തെ പീസ് വേണം, ഇഷ്ടം പോലെ. ഫുള്ള് വേരിന്റെ ഉണ്ട എവിടുന്ന് വന്നാണിത്, വളരെ അധികം ശ്രദ്ധിക്കണം. ഇതൊരു പീസ് ഇങ്ങനെ എടുത്തോ, നമുക്ക് ഇതിലേക്ക് എടുത്തേക്ക്. ഇപ്പൊ ഈ മറ്റേ സൗണ്ട് വേറെ കൊടുക്കാമല്ലോ, മനസ്സിലായോ? നമ്മളെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈൽസ് പണി. പഴയ കാലത്തെ പണിയല്ലേ ഇതെന്താ അറിയോ, പഴയ കാലത്തെ പണിയുണ്ട്. ക്ലോസറ്റിന്റെ സൈഡിലൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ടോ? ഈ ക്ലോസറ്റൊക്കെ പഴയ കാലത്തെ പണിയായതുകൊണ്ട് ഈ ക്ലോസറ്റൊക്കെ ചിലപ്പോൾ മണ്ണുമ്മ വെച്ചതാവും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ വെള്ളം വീണിട്ട് എന്റെ വേര് കൊണ്ടിനാണ്. ട്രിപ്പ് വേണ്ടേ, ട്രിപ്പ് വേണ്ടേ? ട്രിപ്പ് വേണ്ട വയ്ക്കാം. നോക്കുമ്പോഴേ കറക്റ്റ് 60 നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഇരിക്കുക. ഈ ടൈൽ ഇവിടെ വെക്കുക, എന്നിട്ട് 60 ഇവിടെ വരുന്ന നോക്കുക. ഇവിടെയാണ് 60 വരുന്ന ഈ വരകാണ്ടല്ലോ. ഓക്കെ, ഇതാണ് 60. ഇങ്ങനെ വരയ്ക്കാം. അതാണ് മിസ്രിയാളെ ടൈൽ വർക്ക്. ബലാത്ത് ഹഗ് ഷുഗർ മിസ്രിയാത്ത്. ഇനി നമ്മളെ മെഷീൻ ഓണാക്കിയ ഓരോന്ന് കട്ട് ചെയ്ത് വെക്കുക. ബാത്റൂമിൽ കേട്ടുന്നു.
ഇവിടെ ചെറിയൊരു ഇതാണ് ഇങ്ങനെയായിട്ട്. അന്റെ ഇറക്കിയില്ലേ ഈ സാധനം ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നേ. ഈ 2 പീസും ഈ വെച്ചോടത്തോളം പീസൊക്കെ ഇപ്പൊ ദമ്മാണ്. അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ ഊരിയോടത്തോളം ടൈൽസ് ഓക്കെ അല്ലേ? ഊരിയോടത്തോളം ടൈൽസിന്റെ പണി ഫുൾ സെറ്റാ. ഇവിടെ ഉണ്ടായിരുന്ന ചുമരുമത്തെ ഫുള്ള് വേര് ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ട് വെള്ളം ഒഴിച്ചു, സിമെന്റ് അടിച്ചു, വീണ്ടും പേസ്റ്റ് തേച്ചിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പൊളിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ വെമ്പിൽ നിൽക്കും, മറ്റേക്കെ ഏറെ കയറി നിൽക്കണേ. എന്തായാലും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം പൊളിക്കാനുള്ളതല്ലേ, പണി നന്നാക്കിണ്ട്. ഇനി ചെറിയ ക്ലീനിങ് പുട്ടിടല്. ടൈൽസിന്റെ എല്ലാ ഡിസൈൻ വർക്കും ചെയ്യുന്ന പല പ്ലേസും പല ഏരിയയിലും ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് പല വീട്ടിൽ ഞാൻ കണ്ടത് ഈ ബാത്റൂമില് വെള്ളം പോവാത്തൊരു പ്രശ്നമുണ്ട്. അത് പണി അറിഞ്ഞുകൊണ്ട് മാത്രം വെള്ളം പോവില്ല, അതിന് തല പ്രവർത്തിക്കണം. എന്തേ ചില വീട്ടിലൊക്കെ വലിയ വലിയ ടൈൽസ് വാങ്ങും ചുമരിന്. ചില വീട്ടിലൊക്കെ ബാത്റൂമിന് ചുമര് ഇപ്പത്തെ കാലത്ത് ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയോ, 6x4 വിരിക്കുന്നത്. 6x4 എന്ന് പറയുമ്പോ ഏകദേശം ആ വാളിന്റെ അവിടെ നിന്ന് ഒന്ന് വെച്ച് അവിടെ എത്തി. അടുത്തേമില് ഇതിപ്പോ ആരുടെ ഐറ്റം ഉണ്ടാവുള്ളൂ. ഈ ചുമര് തീർന്ന് ഒന്ന് വെടുക്ക് രണ്ടെണ്ണം വെടുക്ക്. പക്ഷെ ബാത്റൂമിന്റെ ഫ്ലോറിൽ ടൈല് വിരിക്കുന്ന സമയത്ത് പല ടൈലിന്റെ പണിക്കാരും റിസർച്ച് സ്ലോപ്പ് കണ്ടെത്താൻ. നമ്മൾ സ്റ്റൈല് മാത്രം നോക്കിയാൽ പോരാ, എപ്പോഴും 100-ൽ ഒരു 10-20% സ്റ്റൈല് കുറഞ്ഞോട്ടെ ആ എടുക്കുന്ന വർക്കിന് പെർഫെക്ഷൻ ഒട്ടും കഴിയണം. ഞാനിപ്പോ ഈ വർക്ക് ചെയ്തപ്പോൾ കുറെ ആൾക്കാരെന്താ പറയാറിയോ, സിമെന്റ് ഒക്കെ ഒലിപ്പിച്ച് റപ്പാക്കി നാസാക്കി പറയും. പക്ഷെ ഞാൻ ഈ വെച്ച ടൈലുകൾക്ക് ഗ്യാരണ്ടി ഇല്ലാണ്ട് എനിക്ക് അത് വെച്ചതിന് ഒരു തുഞ്ച് ഒന്നും ഇവിടെ പൊട്ടൂല, അത്രയും സെറ്റപ്പ് ആയിരിക്കും. കാരണം വർക്കിന്റെ ഓരോ മൂവ്മെന്റും ഇവിടെ സെറ്റാണ്, തൊള്ളവടായി മാത്രമല്ല. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ബാത്റൂമിന് വെള്ളം ഫ്ലോറിൽ പോകില്ലാന്നുണ്ടെങ്കിൽ ആ ടൈല് പണിക്കാരന് വളരെയധികം പരാജയമാണ്. അപ്പൊ എന്താ ചെയ്താൽ മതി അറിയോ, സ്റ്റൈല് മാത്രം നോക്കണ്ട. എപ്പോഴും ഈ ചെറിയ ടൈലുകൾ ഇടുമ്പോഴേ നമുക്ക് എങ്ങനെയും ഒടിച്ചു കണ്ട് ആ ജാളിയിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റും. 4x2 അതേപോലെ തന്നെ അതിന്റെ വലിയ ടൈലൊക്കെ ചില ആൾക്കാർ സ്റ്റൈലിന് വേണ്ടി ഫ്ലോറിൽ ചെയ്യും. അപ്പം പണിക്കാരുണ്ടാക്കുന്ന അറിയോ, ജോയിന്റ് കൂടെ ടൈൽസിന് ഗ്യാപ്പ്, ടൈലിന്റെ ജോയിന്റ് കൂടെ ജാളിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടെക്നിക്ക് ചില ആൾക്കാർക്ക് അറിയാം. നമ്മളെ ഗൾഫിൽ ടൈൽസ് പിന്നെ എങ്ങനെ അറിയോ, ഗൾഫിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടൈൽസ് വിൽക്കുന്ന സമയത്ത് വീടിന്റെ ഫ്ലോർ മൊത്തം ഒരേ ലെവലായിരിക്കും. പക്ഷെ അടുക്കളയും ബാത്റൂമിലും സ്ലോപ്പ് വേണം. അടുക്കളയിൽ എങ്ങനെ സ്ലോപ്പ് കൊടുക്കാന്നറിയോ, സെൻട്രലായിരിക്കും ആ ജാളി വരെ ചില വീട്ടില്. ഇത് ആ ജാളിയിലേക്ക് 4 ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെയുള്ള ഒരു ചതുരത്തിനെ 4ആക്കി ഒടിക്കും. അങ്ങനെ ഒടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മൂലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, സ്ലോപ്പ് കിട്ടാൻ ഈ ടൈലിന്റെ ജോയിന്റ് കണ്ടില്ലേ, ഈ ജോയിന്റ് ഇങ്ങനെ ഈ വെച്ച ടൈല് ഇങ്ങനെ ഈ വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ചേർച്ച് കഴിഞ്ഞാല് അതിലൂടെ നമുക്ക് വെള്ളം അതിന് ചാടിക്കാൻ പറ്റും. അതിനൊക്കെ എന്ത് വേണമെന്ന് അറിയോ, തല വർക്ക് ചെയ്യിപ്പിക്കണം. സ്റ്റൈലിന് വേണ്ടിയിട്ട് ടൈല് കട്ട് ചെയ്യാനൊക്കെ മടിച്ചുകാണ്ട് അതേപോലെ വെച്ച് പോയാൽ കാണുമ്പോ ലുക്കേ ഉണ്ടാവുള്ളൂ. സ്പേസറും മറ്റേതൊക്കെ വെച്ചിട്ടുണ്ടാവും. വെള്ളം പോവാതെ ഇവിടെ ഇങ്ങനെ ജാളി പറയണെങ്കിൽ അവിടെ കെട്ടിക്കെടുക്കണ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പരാജയല്ലേ, ഞമ്മ പുള്ളിയല്ല. ഞങ്ങളിപ്പോ ഇതേപോലെ തന്നെ റിനോവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പല വീട്ടിലും പണിക്ക് പോകുമ്പോഴേ ഇപ്പൊ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ പൊളിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പോലും ചിലപ്പോ നിങ്ങളെന്ന് പറയും, മോനെ ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. സംഭവം എന്താണെന്നറിയോ, ഔത്ത് കൊണ്ടുവന്നിട്ട് അപ്സ്റ്റെയറിലൊക്കെ ഉണ്ടാവും ഇതേപോലെ ജാളിക്ക് വെള്ളം പോലുണ്ടാവില്ല, അത് അപ്പുറത്ത് കെട്ടിണ്ടാവും. അത് സ്റ്റൈലിൽ ഒരു 10-20% കുറഞ്ഞോട്ടെ, നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ അതായിട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. ജാളിയിലേക്ക് സ്ലോപ്പ് കൊടുക്കാൻ എന്തൊക്കെ പണി ഉണ്ടെന്ന് അറിയോ, നമ്മളെ കൊണ്ടുവന്ന ടൈല് വെച്ച് നോക്കുക. ഈ ടൈലിന്റെ ഒരു ടെക്നിക്ക് ഇതാ, 1, 2, 3, 4ാമത്തെ ടൈല് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ജാളിന്റെ സെന്ററിലാണ് ഈ ജോയിന്റ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് മാലുന്തിക്കാൻ ചേരിക്കുക. ആ അപ്പുറത്തെ പീസ് ഉണ്ടല്ലോ അത് പൊക്ക് ചെയ്തിട്ടാണെങ്കിൽ ആ ജോയിന്റ് കൂടെ വളഞ്ഞടിക്കാൻ പറ്റും. ഇനി വേറെ ഇട്ടുണ്ട് അതൊക്കെ നമ്മൾ വെച്ച് നോക്കണം. ജാളിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2ആക്കി ഒടിക്കാൻ പറ്റും. എന്താണ് ചെയ്താലും റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ വെള്ളം ചാടുന്ന വേണം ജാളിക്ക്. അല്ലാത്തവന്റെ പണി പൊട്ടം പണിയാണ്. ഞാൻ വലിയ ടൈല് പണിക്കാരനായിട്ട് പറയുന്നല്ല, എടുക്കണ പണി നാക്കിലെടുക്കുക. എന്റെ ബാക്കിൽ കംപ്ലൈന്റ് ഉണ്ടാവരുത്. അല്ലാന്നുണ്ടെങ്കിൽ പേരക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഞങ്ങൾ എന്തെങ്കിലും പണിയെടുത്തോടെ നഷ്ടം വന്നിട്ടാണെങ്കിലോ അതിന്റെ ഫുൾ പൈസ ഇവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ എത്രയോ വെച്ച ചരിത്രങ്ങളുണ്ട്. പക്ഷെ നമ്മളത് വീഡിയോ കാണിക്കാൻ നോക്കണ്ട. ഇന്നാള് ചാലിയത്തൊരു വീട്ടിൽ ഓടിയിരിക്കുമ്പോ അപാര ഡ്രസ് 2500 സീലിംഗിന്റെ ഓടാണ്. ആ ഡ്രസ്സിന്റെ പുറമാരുണ്ടല്ലോ പൈപ്പിന്റെ അത് ചാരിയാണ്ട് 1 മീറ്റർ കഴിഞ്ഞിരിക്കാൻ ഒരു തെങ്ങുണ്ട്. ഡ്രസ്സിന്റെ 1 മീറ്റർ കഴിഞ്ഞാല് ഒരു തെങ്ങ് ഇങ്ങനെ പോകുന്നുണ്ട്.
അപ്പൊ നമ്മള് മൂപ്പരോട് പറഞ്ഞു എന്ത് ആ തെങ്ങ് ഇപ്പൊ മുറിച്ചിക്കുകയാണെങ്കിൽ ആജീവനാന്തം ഈ ഡ്രസ്സിന് റൂഫിന് എന്താണ് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റും. ഇതിന്റെ ഓലമക്കൂടെ തേങ്ങ വീട്ട് ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സിലേക്ക് കയറണമെങ്കിൽ അയിക്കൂടെ നടന്നു കയറണം എന്ന് പറഞ്ഞു. മൂപ്പര് കേട്ടില്ല. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം കുറെ അപ്പുണ്ണി എന്താക്കുന്ന അറിയോ, തേങ്ങ വളഞ്ഞെന്ന് കണ്ടാൽ ഓടി വന്ന് കണ്ട് ഇട്ടുകൊടുക്കും. അപ്പുണ്ണിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. തേങ്ങ വീണ് ഓട് പൊട്ടി, 2 ഓട് പൊട്ടി സീനിങ്ങോടെ കിടക്കും. പേരന്റെ ഔത്ത് ജിപ്സം കഴിഞ്ഞു. അപ്പൊ നമ്മളെ വിളിച്ചപ്പോ നമ്മൾ ഇതേപോലെ ഒരു കിണർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണിക്ക് വന്നിട്ട് നാളെ തന്നെ അവിടെ വരണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? നിങ്ങൾ നമ്മൾക്ക് മെഷീനൊക്കെ എടുക്കാന് അങ്ങനെ പോയില്ല. മൂപ്പര് നമ്മളെ തെറി പറഞ്ഞ് അടിച്ചാൽ വന്ന് അവസാനം എന്താക്കിയെന്നറിയോ, നമ്മൾ പൈസ നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് ആ സൈറ്റ് ഒഴിവാക്കിയില്ല. അതെന്താ സംഭവമാണ്. കാരണം മൂപ്പർക്ക് 4 ദിവസം കാത്തിക്കാൻ സമയമില്ല. അതിന്റെ മോൾക്ക് കയറേണ്ട റിസ്ക് ആലോചിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് തെങ്ങ് മുറിച്ചാടിയിരുന്നത്. പല ക്ലൈന്റുകൾക്കും പല സ്വഭാവം, പല തിരകളും, പല മോഡല്. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കൊടുക്കും. സീത അത്രേ ഉള്ളൂ. അതാണ് ഒരു മേസ്തിരിയുടെ കടമ. നമുക്കൊരു പണി ഇങ്ങനെ തീർക്കാണ്ടിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇങ്ങനെ തന്നെ പറയണം. അത് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇവിടെ എത്തിക്കരുത്. അത് കള്ളന്റെ ലക്ഷണമാണ്. കാരണം 1 ദിവസത്തെ പണി 2 ദിവസം ആക്കാനാണ്. നമ്മക്ക് കൂലിയൊന്നും വേണ്ട. എന്താ അറിയോ, ഒരാള് പണി കഴിഞ്ഞാൽ പ്രാകരുത്. അത്ര നമുക്കുള്ളൂ. അപ്പൊ ആൾക്കാരെ അറിയും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമില്ലത്. യൂട്യൂബിൽ നിന്നൊക്കെ എത്ര കാലം വേണ്ടിയിട്ടാണ് വരുമാനം തുടങ്ങിയത്? എന്ത് തേങ്ങ കിട്ടുക? യൂട്യൂബിൽ വരുമാനമാണെങ്കിൽ 1/2 ഹൗസ് ഇടൂ, പെണ്ണുങ്ങൾ ഇറക്കൂ. അല്ലാതെ ഈ കോത്തായ കാണാനൊന്നും ആൾക്കാരെ കിട്ടൂല. ഇത് ട്രെൻഡിന്റെ കാലമാണ്. ഓക്കെ ശരി. ബാക്കി ലാസ്റ്റ് ഈ 2 പീസും ഈ വെച്ചോടത്തോളം പീസൊക്കെ ഇപ്പൊ ദമ്മാണ്. അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ ഊരിയോടത്തോളം ടൈൽസ് ഓക്കെ അല്ലേ? ഊരിയോടത്തോളം ടൈൽസിന്റെ പണി ഫുൾ സെറ്റാ. ഇവിടെ ഉണ്ടായിരുന്ന ചുമരുമത്തെ ഫുള്ള് വേര് ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ട് വെള്ളം ഒഴിച്ചു, സിമെന്റ് അടിച്ചു, വീണ്ടും പേസ്റ്റ് തേച്ചിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പൊളിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ ദമ്മിൽ നിൽക്കും. മറ്റേക്കെ ഏറെ കയറി നിൽക്കുകയാണ്. എന്തായാലും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം പൊളിക്കാനുള്ളതല്ലേ. പണി ദമ്മാക്കിണ്ട്. ഇനി ചെറിയ ക്ലീനിങ് ആണ് പുട്ടിടല്. വേറെ ഇട്ടുണ്ട് കക്കൂസ് തേച്ച് കഴിച്ചിട്ട് ബാക്ടീരിയ മൊത്തം മേത്ത് കയറൊന്നുമില്ല. ഈ ബാക്ടീരിയ ആരെ മേത്ത പെട്ടെന്ന് കയറുന്ന അറിയാം. വസ്വാസിൽ ആൾക്കാരുണ്ടാവില്ലേ, പൊടി പാലയില്, അതേപോലെ തന്നെ ബാത്റൂം കണ്ടാല്, ക്ലോസറ്റ് കണ്ടാല്, അങ്ങനെയുള്ള ആൾക്കാരെ മേത്തിക്കാണ് ദുനിയാവിൽ എല്ലാ അണുക്കളും ഞാൻ കയറിക്കൂടുക. പിന്നെ മനസ്സിൽ കള്ളത്തരം പാടില്ല. മനസ്സിൽ കള്ളത്തരമുള്ള മേത്തേക്ക് എല്ലാ ശൈത്താന്മാരും കയറും. അത് എവിടുന്ന് ഞാൻ പറഞ്ഞറിയോ, ബാത്റൂമിൽ ഇടുന്നുണ്ട്. നമ്മളെ മനസ്സ് നന്നായിക്കാണെങ്കിലേ ഒരു ശൈത്താന്മാരും പേടിക്കാനില്ല. നമുക്ക് ആരെ മുമ്പിലും നാക്കിൽ പോവാം. തിരിച്ചുകൊണ്ട് അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഫുള്ള് തുടച്ച് വൃത്തിയാക്കിട്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി. അപ്പൊ വിചാരിച്ച് ക്ലോസറ്റ് കഴുകി തരില്ലെന്നുള്ളത്. ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ നിങ്ങൾ വിചാരിച്ച് ക്ലോസറ്റ് കഴുകൽ പെടൂല എന്നുള്ളത്. ഇതാ ആദ്യം വളരെ ഉഷാറാക്കി പോരെ. അപ്പൊ നമ്മൾ നേക്കല്ലേ. അപ്പൊ നമ്മളെ റീവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഇതേപോലെ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ ആ ടൈൽസുകൾ മാറ്റി വേറെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓവർ ടൈമൊന്നും വരില്ല. ഈ ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൊത്തം പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത് കണ്ട് ഈ ഫ്ലോർ മൊത്തം അന്ന് 16 തീർക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് സൈറ്റില് സലൂട്ട്.